CMRL സാമ്പത്തിക ഇടപാടിലെ ക്രമക്കേട് അന്വേഷിക്കുന്ന ഇഡി മരവിപ്പിച്ചിരിക്കുന്നത് 242 അക്കൗണ്ടുകളാണ്. ഇത് ആരുടേതൊക്കെയാണെന്ന അന്വേഷണത്തിലേക്ക് ഇഡി കടക്കുമോ റാവു? അതോ CPM പറയുന്നത് പോലെ പിണറായി വിജയന്റെ മകളിൽ ഒതുങ്ങുമോ ഈ ഇഡിയുടെ അന്വേഷണം? അല്ല, കേരളത്തിലെ രണ്ട് മുന്നണികളുടെയും വിശ്വാസത്തെ തകർക്കുകയും മൂന്നാമതൊരു മുന്നണിക്ക് മാത്രമേ ഇനി കേരളത്തെ രക്ഷിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ പ്രതീതി സൃഷ്ടിക്കലാണ് എക്കാലവും ഇവിടെ BJP എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജി. മടുത്തിലെ രണ്ട് മുന്നണികളും നേരത്തെ കേരളം മുഴുവൻ വെച്ച ഒരു സംഗതി മാറാത്തതിനി മാറാൻ പോവുകയാണ്, മറ്റു രണ്ടുപേർക്കും കഴിയില്ല. അപ്പോൾ അടുത്ത ഒരു ടേമിൽ ഈ 3 എന്ന് പറഞ്ഞ നമ്പർ 30 ആക്കാൻ BJPയുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന ഒരു പ്രധാന സംഗതി രണ്ട് മുന്നണികളും കുഴപ്പമാണെന്ന് സ്ഥാപിക്കലാവും. അപ്പോൾ ഈ കേസിനകത്ത് അങ്ങനെ ഒരു സാധ്യതയുള്ള ചൂണ്ട അതിനകത്തുണ്ട്. ഒന്നാമത്തത് പിണറായി വിജയന്റെ മകൾ 1.25 കോടി രൂപ അഹിതമായി വാങ്ങിച്ച കേസാണ്. ആ കേസ് അന്വേഷിച്ചാൽ പിണറായി വിജയനെ അടക്കം പൂട്ടാൻ പറ്റും. കാരണം ഭരണത്തിന്റെ തണൽ ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിച്ചു. ഭരണത്തിലെ പ്രധാനിയായതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൾക്ക് കിട്ടിയ പണമെന്നല്ലാതെ മറ്റൊന്നും ഇതിൽ വിചാരിക്കാൻ നിവൃത്തിയില്ല എന്നാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എഴുതിയിരിക്കുന്നത്. സോ അതുകൊണ്ട് ഭരണത്തിന്റെ തണൽ ഉപയോഗിച്ചുകൊണ്ട് അവർ വാങ്ങിച്ച പൈസയാണ്. അപ്പോൾ പിണറായി വിജയനെയും അത് ബാധിക്കാൻ പോകുന്ന വിഷയമാണ്. രണ്ടാമത്തേത് അതിനകത്ത് വെച്ചിരിക്കുന്ന എഴുതിയിരിക്കുന്ന പേരുകളൊക്കെ കേരളത്തിലെ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട പേരുകളാണ്. ആ പേരുകളിലേക്ക് അന്വേഷണം പോവുകയും അവർക്ക് പണം കൊടുത്തതിന്റെ വിശദാംശങ്ങൾ എടുക്കുകയും ചെയ്താൽ ഈ ഭരണത്തിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം സംശയത്തിന് നിലയിലാവും, കേസിൽ പ്രതികളാവുകയും ചെയ്യും. ED കേസിൽ പ്രതിയെടുത്ത് ആക്കി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നതാണ് നമുക്കറിയാം. മുഖ്യമന്ത്രിമാർക്ക് പോലും രക്ഷയില്ലാത്ത കാലമാണ്. അതിൽ മന്ത്രിമാർക്ക് എന്തായിരിക്കും സംഭവിക്കാൻ നോക്കിയാലോ. സോ അതിന്റെ റിസ്ക് എലമെന്റ് ഇന്നലെ കെ മുരളീധരൻ സംസാരിക്കുന്ന ആ റിസ്ക് എലമെന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. കാരണം നമ്മൾ ഈ വരുന്ന ഇതിനെ കൈയടിക്കാൻ പോയാൽ നാളെ നമ്മുടെ വീട്ടിൽ ഇത് വന്ന് കയറാൻ പോവുകയാണ്. അപ്പോൾ ആരും ഉണ്ടാവില്ല ചോദിക്കാനെന്ന് മനസ്സിലാക്കുന്ന കോൺഗ്രസ്സുകാർ അതിനകത്തുണ്ട്. സോ കോൺഗ്രസിനെ വെറുതെ വിട്ടേക്കാം, പിണറായി വിജയനെ വേട്ടയാടിയേക്കാം എന്ന് ഒരിക്കലും തീരുമാനിക്കാൻ പോകുന്നില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതിന്റെ രാഷ്ട്രീയ യജമാനന്മാരും. അതുകൊണ്ട് അതിനകത്ത് കോൺഗ്രസിന് നല്ല റിസ്ക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. UDF വെച്ചാൽ പ്രധാനപ്പെട്ട പാർട്ടികൾക്കും കോൺഗ്രസിനും ലീഗിനും എല്ലാം നല്ല റിസ്ക് അതിനകത്തുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാർക്ക്, മാധ്യമ സ്ഥാപനങ്ങൾക്ക് എല്ലാം പണം കൊടുത്തിട്ടുണ്ടെന്നാണ് ശശിധരൻ കർത്തയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പുറത്തു വന്ന വിശദാംശം. അതിലേക്കെല്ലാം അന്വേഷണം പോയാൽ ഒരുപാട് പ്രമുഖർ ബുദ്ധിമുട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് EDയുടെ ഈ കളി പിണറായി വിജയന്റെ മകൾ T വീണയെ കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ലിമിറ്റഡ് കളിയാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നതല്ല. അതൊക്കെ വിശദീകരിക്കണം. രാഷ്ട്രീയ സംഭാവനകളായി കാണണമെങ്കിൽ രാഷ്ട്രീയ സംഭാവനകളായി കിട്ടിയ പണം അത് പാർട്ടി അക്കൗണ്ടിൽ വന്നത്, പാർട്ടി അക്കൗണ്ടിന്റെ നിയമപരമായിട്ടുള്ള ഓഡിറ്റ് ഇതൊക്കെ പൂർത്തിയായല്ലേ അതൊന്ന് വിശദീകരിക്കാൻ പറ്റുള്ളൂ. പാർട്ടി അക്കൗണ്ടിൽ ചെല്ലണമല്ലോ. പാർട്ടി അക്കൗണ്ട് എന്ന് പറയുന്ന സംഗതി എന്ന് പറഞ്ഞാലും അതിനകത്ത് രേഖ ഉണ്ടാവണ്ടേ. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇത് എല്ലാവരെയും കൊടുക്കാൻ പറ്റും. പിന്നെ ED സമ്പൂർണ്ണമായും എല്ലാം പരിശോധിച്ച് ഓക്കെ പെർഫെക്റ്റ് വിട്ടേക്കാം എന്ന് തീരുമാനിക്കുന്ന സംഘമല്ല. അവർ വരുന്നത് പൂട്ടാനാണെങ്കിൽ അവരൊരു കാരണം ഉണ്ടാക്കി പൂട്ടും. ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു റിസ്ക് ഉണ്ട് കോൺഗ്രസിന്, UDFന് എന്നാണ്. അതുകൊണ്ട് EDയുടെ ഒരു കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJPയുടെ പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ആ മുദ്രാവാക്യം അവർ പിൻവലിച്ചിട്ടൊന്നുമില്ല. സോ കേരളത്തിൽ അപ്രതീക്ഷിതമായിട്ട് അവർ വിചാരിച്ചു ഇത്ര വലിയൊരു വിജയം UDF ഉണ്ടാക്കുമെന്ന് അവർ വിചാരിച്ചിട്ടേ ഇല്ല. അവരുടെ സൈദ്ധാന്തികരും അവരുടെ RSSന്റെ പ്രമുഖരും ഒക്കെ പലപ്പോഴായിട്ട് CPIഎമ്മിൻ്റെ തുടർച്ചയും കോൺഗ്രസിൻ്റെ ദുർബലതയും അത് ആവർത്തിക്കണമെന്നാൽ മാത്രമേ അവിടേക്ക് നമുക്ക് ഇൻവേഡ് ചെയ്യാൻ കഴിയുമെന്ന് പറയുകയും ഇപ്പോൾ സെൻകുമാറിനെ പോലുള്ള ആൾക്കാർ സതീശനെ തന്നെയും തോൽപ്പിക്കണം, കോൺഗ്രസിനെ തോൽപ്പിക്കണം എന്ന് ആഹ്വാനം ചെയ്ത് നോക്കേണ്ടതാണ്. പക്ഷെ അതിന് വിരുദ്ധമായിട്ടൊരു കാര്യം സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ഐഡിയ അവരുടെ കയ്യിലുണ്ടാവും. അതിന് അവരേത് പണിയെടുക്കും. സോ ED അടുത്തത് വരാൻ പോകുന്നത് UDFന്റെ പ്രധാനികളിലേക്കാണെന്ന് വിചാരിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ലെന്നാണ് ഞാൻ പറയാം. പക്ഷേ ഇപ്പൊ നമുക്ക് PV ഉണ്ട് അതിനകത്ത്. ഈ സീനിൽ ഇന്നായി കഴിഞ്ഞു. ഇന്നായെന്ന് വെച്ചാൽ അത് TV ഇണയുടെ കേസാണ്. PV അല്ലാതെ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് എന്താ പറയുക, ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് നേരത്തെ ആദ്യം റാവു പറഞ്ഞ പോലെ ഈ രണ്ട് മുന്നണികളെയും ബാധിക്കുന്ന വിഷയമാക്കി ഇതിനെ മാറ്റുക എന്നുള്ള ഒരു കൃത്യമായ ഒരു പ്ലാൻ കേന്ദ്ര സർക്കാരിന് ഉറപ്പായിട്ടും ഉണ്ടാവും. ഇത് മാത്രമല്ല, ഇപ്പോൾ വീണയുടെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ഈ EDയുടെ അന്വേഷണം ഇപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഘട്ടത്തിലെത്തിയുള്ളൂ. SFIOയുടെ അന്വേഷണത്തിൽ ഒരു സ്റ്റേ വന്ന് ഡൽഹി ഹൈക്കോടതിയുടെ സ്റ്റേയിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ആ സ്റ്റേ നീങ്ങി കിട്ടിക്കഴിഞ്ഞാൽ വിചാരണ തുടങ്ങുകയായി. 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് അതിനകത്ത് ചാർത്തപ്പെട്ടുള്ളത്. അപ്പോൾ അത് എവിടെയും പോയിട്ടില്ല. ആ കേസ് അങ്ങനെ ഇല്ലാതായിട്ടില്ല, അതവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഈ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പുതിയ നീക്കങ്ങളുടെ ഒരു തുടക്കം തന്നെയാണിത്. അത് ഏത് നിലയിലും അതിപ്പോൾ ഇന്നലെ ആ രാഷ്ട്രീയം ഇന്നലെ പറയാൻ കഴിഞ്ഞ കെ മുരളീധരന് മാത്രമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത്? LDF ആയാലും UDF ആയാലും
ഇതിനെ ആത്യന്തികമായിട്ട് ഈ രണ്ട് ദ്വന്ദ്വങ്ങളിൽ നിൽക്കുന്ന ഈ രാഷ്ട്രീയത്തെ അട്ടിമറിക്കാൻ, കേരളത്തിൻ്റെ ആ LDF UDF രാഷ്ട്രീയത്തെ അട്ടിമറിച്ച് ഇവരുടെ രണ്ടുപേരുടെയും ക്രെഡിബിലിറ്റി ഇല്ലാതാക്കി ഈ രണ്ട് മുന്നണികളെയും ഡിസ്ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ഒരു എൻട്രി, കുറച്ചുകൂടി ശക്തമായ ഒരു എൻട്രിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക NDAക്ക് എന്നുള്ളതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ. ഭരണത്തിൽ നിന്ന് പുറത്താകുന്നവരെയായാലും അകത്തുള്ളവരെയായാലും അവർ നേരിടുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഒരുക്കമാണ് ഇപ്പോൾ ഈ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകാനാണ് സാധ്യത. ഇഡിക്ക് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ ഒരു എന്താ പറയുക ഒരു പിന്നെ ഇതുണ്ടല്ലോ, നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ എന്നുള്ള ആ ഒരു അനുമതി എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. കാരണം കഴിഞ്ഞ തവണ അത് അവർ പിന്നെ അതിന് നീങ്ങാൻ ശ്രമിച്ചത് ഇപ്പോൾ അത് തടയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തവണയാണത് അവർക്ക് ആ ഹേഡിൽസൊക്കെ മാറി കിട്ടിയത്. അതുകൊണ്ട് അവർ ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പ്രത്യേകിച്ച് ഈ LDF UDF ഇവർ തമ്മിൽ ഇപ്പോൾ CPM തന്നെ ആരോപിക്കുന്നത് എന്താണ്, ED VD മോഡി എന്ന് പറയുന്ന ആ കോമ്പിനേഷനിൽ ഇന്ന് പോലും ഞാൻ കണ്ടത് ആ LDFന്റെ പ്രചാരണ അവരുടെ പ്രതിഷേധ ജാഥ വരുന്നിടത്ത് മുദ്രാവാക്യം വിളിയിൽ മുഴുവൻ പിന്നെ VD സതീശൻ സർക്കാരിനെതിരെ എന്ന രീതിയിലാണ് മുദ്രാവാക്യങ്ങൾ വരുന്നത്. അവരിപ്പോഴും ഇതിൻ്റെ അപകടമൊന്നും ഒന്നുകിൽ അവർ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടും അതല്ല ഇവിടെ വേണ്ടത്. ഇവിടെ ഇപ്പോഴും ഈ പറയുന്ന ട്രഡീഷണലായിട്ട് UDFനെതിരെ പറയുക, അങ്ങനെ പിന്നെ ഒരു നേട്ടം ഉണ്ടാക്കുക എന്നുള്ള ലെവലിൽ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് നമ്മൾ കാര്യമായി സംശയിക്കണം. അതുകൊണ്ട് ഈ രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗാഢമായി ആലോചിക്കേണ്ട ദിവസങ്ങളാണ് വരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യെസ്, എനിക്കും അത് തന്നെയാണ്. കാരണം ഇത് പലരെയും പൂട്ടുക ലക്ഷ്യമിട്ടിട്ട് തന്നെയാണ് ED കേരളത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ്. അതിൽ ആദ്യത്തേത് T വീണ തന്നെയായിരിക്കും. എങ്ങനെയാണ് കേസിലേക്ക് ED വരുന്നത് നോക്കൂ. അതിന് മുൻപായി പലതരത്തിലുള്ള അന്വേഷണം ഈ മാസപ്പടി കേസിൽ നടന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് ഇന്ററിം സെറ്റിൽമെന്റിന്റെ ഒരു റിപ്പോർട്ടാണ്. അതിൽ പറയുന്നു 1,72 രൂപ എക്സാലോജിക്കും വീണയും കൂടി CMRൽ നിന്ന് കൈപ്പറ്റി. എന്തിന് കൈപ്പറ്റി? സേവനങ്ങൾ നൽകാതെ, യാതൊരു തരത്തിലുള്ള സേവനങ്ങൾ നൽകിയതിനും തെളിവുകളില്ല. അപ്പോൾ വെറുതെ അങ്ങ് മാസപ്പടി കൈപ്പറ്റിയിരിക്കുകയാണ്, പ്രതിഫലം കൈപ്പറ്റിയിരിക്കുകയാണ്. അതിന് പിന്നാലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് വരുന്നു. തൊട്ടു പിന്നാലെ SFI അന്വേഷണം നടത്തുന്നു. SFIയുടെ കുറ്റപത്രം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ തുടർ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ 3 റിപ്പോർട്ടുകളും EDയുടെ മുന്നിലുണ്ട്. അപ്പോൾ ED ഇതിൽ സ്വമേധയാ കേസെടുക്കുകയാണ്. ഇതിൽ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ ഇതുവരെ കരുതിയത് 1,72,00,000 രൂപയെ കൈപ്പറ്റിയിട്ടുള്ളൂ വീണയുടെ അക്കൗണ്ടിലേക്ക്, എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് എന്നാണ്. അതിപ്പോൾ മാറുകയാണ്. അതിന്റെ ഇരട്ടിയോളം കൈപ്പറ്റിയെന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. 3,28,00,000 രൂപ കൈപ്പറ്റിയിരിക്കുന്നു എന്ന വിവരങ്ങൾ വരികയാണ്. അപ്പോൾ നമ്മൾ കരുതിയതല്ല, അതിലുമൊക്കെ എത്രയോ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നതാണ്. അതിൽ 2.78 ലക്ഷം സേവനം നൽകിയെന്ന് പറഞ്ഞാണ്, ഈ കരാർ പ്രകാരം സേവനം നൽകിയെന്ന് പറഞ്ഞാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് പറയുന്നു. 50 ലക്ഷം രൂപ 2 തവണയായി ലോണായി കൈപ്പറ്റിയിരിക്കുന്നു. ഇവിടെ നിന്ന് CMRൽ നിന്ന് നേരിട്ടല്ല, സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യയിൽ നിന്നാണ് കൈപ്പറ്റുള്ളത്. അതിൽ വെറും 4 ലക്ഷമോ മറ്റേ തിരിച്ചടച്ചിട്ടുള്ളൂ വീണ എന്നത് കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം വിവരങ്ങൾ EDയുടെ മുന്നിലുണ്ട്. മാത്രമല്ല, ഇതിൽ SFIയുടെ റിപ്പോർട്ടിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, പ്രതിഫലം, സേവനം നൽകാതെ പ്രതിഫലം കൈപ്പറ്റിയെങ്കിൽ അത് കള്ളപ്പണ ഇടപാടിന്റെ പരിധിയിൽ വരുന്നതാണ് എന്നതാണ്. അപ്പോൾ അത് തെളിയിക്കുക തന്നെയായിരിക്കും ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് ED എത്തിയിട്ടുള്ളത്. ഇന്നലെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി. പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് വീണയുടെ ഫോണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് വിശദമായ പരിശോധനയ്ക്ക് അയക്കാൻ പോവുകയാണ്. ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങളുണ്ട്, മറ്റ് പല രേഖകളുണ്ട്. ഈ ഫോൺ വളരെ നിർണായകമായിരിക്കും കേട്ടോ. കാരണം CMRലുമായി നടത്തിയുള്ള കമ്മ്യൂണിക്കേഷൻ, ഇമെയിൽ വഴിയും അല്ലാതെയും ഒക്കെ നടത്തിയുള്ള കമ്മ്യൂണിക്കേഷൻ, അത് ഈ ഫോൺ പരിശോധനയിൽ നിന്ന് ലഭിക്കുമെന്നാണ് കരുതുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്നലെ ED ഉദ്യോഗസ്ഥർക്ക് കിട്ടിയ അടിയാണ് കേട്ടോ. അവരുടെ വാഹനങ്ങൾ തകർക്കുന്നു. അതിൽ ശക്തമായ പ്രതിഷേധം, വിമർശനം EDക്കുണ്ട്. കാരണം ED ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. അവർ നേരെ ചെന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകാൻ വേണ്ടി. അതിൽ ശക്തമായ നടപടി വേണം എന്ന ആവശ്യം ED ഉദ്യോഗസ്ഥർക്കുണ്ട്, ED അധികാരികൾക്കുണ്ട്. അപ്പോൾ ഇതിലൊക്കെയുള്ള ഒരു നടപടി, നീക്കം ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അത് എങ്ങനെയായിരിക്കും, എത്രത്തോളം ശക്തമായതായിരിക്കും എന്നാണ് അറിയേണ്ടത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് അധികം വൈകാതെ തന്നെ വീണയ്ക്ക് സമൻസ് അയച്ച് വിളിച്ചു വരുത്തും. കൊച്ചി കടവന്ത്രയിൽ ആ 3 നില ED ഓഫീസിനകത്തേക്ക് പോകേണ്ടി വരും. അവരുടെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ നിന്ന് വിയർക്കേണ്ടി വരും വീണയ്ക്ക്. കാരണം ഇതുവരെ ഒരു രേഖ പോലും, എന്ത് സേവനം നൽകിയെന്നതിന്റെ തെളിവ് ഇതുവരെ നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. അതിന് എന്ത് ചെയ്യും എന്നതിലുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ വിയർക്കും. ഇനി വീണയിലൂടെ പിണറായി വിജയനിലേക്ക് എത്തുമോ എന്നത് മാത്രം കണ്ടാൽ മതി.